കറക്റ്റ് ആ ഒരു വൈനിൻ്റെ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട ആ ഒരു കൊമളൊക്കെ കണ്ട ഗ്ലാസിൻ്റെ അറ്റത്ത് അടിപൊളിയല്ലേ. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ഹരി. ക്രിസ്മസ് ആണ്, ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ ചാനലിൽ 2-3 വീഡിയോ ഒക്കെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്പീസ് ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ക്രിസ്മസ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കേക്കും വൈനൊക്കെയാണ്. അപ്പോൾ അതെ, നമ്മൾ വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കേക്കിൻ്റെ റെസിപ്പിയും ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ വൈൻ റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രേപ്പ് വൈൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് മുന്തിരിങ്ങ വെച്ചിട്ടാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വൈനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും 21 ദിവസം കൊണ്ടാണ് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ ഒരുപാട് ദിവസം കൂടുമ്പം വീര്യം കൂടുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് സമയപരിധി ഉള്ളതുകൊണ്ട് നമ്മൾ 21 ദിവസം കൊണ്ടാണ് ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും ഈ ഒരു 3-4 തീയതിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ക്രിസ്മസിൻ്റെ ആ ഡേറ്റിൽ ഈ വൈൻ എടുക്കാൻ സാധിക്കും. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി താഴെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അത് അമർത്തിയാൽ മതി. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തിയിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതെ മുന്തിരിങ്ങ തന്നെയാണ്. മുന്തിരിങ്ങ കടയിൽ ചെന്ന് നമ്മുടെ വൈൻ മുന്തിരി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ഈ ഒരു മുന്തിരിങ്ങ എടുത്തു തരും. അത്യാവശ്യം നല്ല പുളിയൊക്കെ ഉള്ള മുന്തിരിങ്ങയാണ്. ഞാൻ 2 കിലോ ആണ് മുന്തിരിങ്ങ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 കിലോയുടെ അളവായിരിക്കും ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മുന്തിരിങ്ങ കഴുകി വയ്ക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ അരിച്ചിട്ട് നമുക്ക് മുന്തിരിങ്ങ എടുത്ത് വയ്ക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് മുന്തിരിങ്ങ ഒന്ന് ഉടയ്ക്കണം. അതിനായിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ ഉടയ്ക്കാം മുന്തിരിങ്ങ. ഓരോ മുന്തിരിങ്ങ എടുത്താൽ ഇതുപോലെ ഒന്ന് ഉടച്ചാൽ മതി. അപ്പോൾ കൈ വെച്ച് ഉടയ്ക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ടൊക്കെ വേണം നിങ്ങൾ ഉടയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോരോ മുന്തിരിങ്ങയായിട്ട് ഇങ്ങനെ ഉടച്ച് വയ്ക്കാം. എല്ലാ മുന്തിരിങ്ങയും ഉടക്കണമെന്ന് നിർബന്ധമില്ല. ഒരു പകുതി മുന്തിരിങ്ങ കൂടെ നമുക്ക് കൈ വെച്ച് ഉടച്ച് വയ്ക്കാം. കണ്ടോ ആ ഒരു പരുവം കണ്ടോ, ആ ഒരു ജ്യൂസി ആയിട്ടുള്ളൊരു പരുവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുന്തിരിങ്ങയുടെ ആ ഒരു കളറൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഭരണിയാണ്. ഭരണി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഗ്ലാസിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ മതി. അടച്ചു വയ്ക്കാൻ നല്ല എയർ ടൈറ്റ് അടച്ചു വയ്ക്കാൻ പറ്റുന്നൊരു സംഭവമായിരിക്കണം. നമുക്ക് ഈ ഭരണിക്കകത്തോട്ട് ഈ ഒരു മുന്തിരിങ്ങ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഭരണി നിങ്ങൾ എടുക്കുമ്പം കഴുകി തുടച്ച് നന്നായിട്ട് വെയിലത്ത് ഉണക്കിയതിന് ശേഷം മാത്രമേ ഈ മുന്തിരിങ്ങ അതിനകത്തോട്ട് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൂപ്പൽ പിടിച്ച് വൈൻ മൊത്തത്തിൽ കുളമായി പോകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ വൈനിൻ്റെ മുന്തിരിങ്ങ 2 കിലോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പം ഞാൻ 240 ml കപ്പിലെ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 കിലോ മുന്തിരിക്ക് നമുക്കൊരു 6 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ 6 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി വെള്ളം വേണം. വെള്ളം നിങ്ങൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം. 1 കപ്പ് ഒഴിച്ചു, നമ്മൾ 2 കപ്പ് ഒഴിച്ചു. 3ാമത്തെ കപ്പും ഞാനിവിടെ ഒഴിക്കുന്നുണ്ട്. തിളപ്പിച്ച് ആറ്റിയ വെള്ളം എടുക്കുക, ഫിൽറ്ററിലെ വെള്ളം എടുക്കരുത്. അതിനുശേഷം നമുക്ക് വേണ്ടത് കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട ഒരു 3-4 തണ്ട് കറുവാപ്പട്ട നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ്. ഗ്രാമ്പു ഒരു 10-12 എണ്ണം ഗ്രാമ്പു നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഏലക്കയാണ്. ഏലക്ക ഒരു 4-5-6 ഏലക്ക നമുക്ക് ആ ഒരു ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. അതായത് 2 കിലോ മുന്തിരിങ്ങയ്ക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. 1 കിലോ മുന്തിരിങ്ങ എടുക്കുകയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പാണ്. ഗോതമ്പ് കഴുകി ഉണക്കി വേണം എടുക്കാൻ. ഇതൊരു പിടിയാണ് ഗോതമ്പ്. ഈ ഒരു പിടി നമുക്ക് 2 പിടിയാണ് നമുക്ക് 2 കിലോ മുന്തിരിങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1 കിലോ മുന്തിരിങ്ങ എടുക്കുകയാണെങ്കിൽ 1 പിടി ഗോതമ്പ് മതി. ഇപ്പം ഞാൻ 2 കിലോ എടുക്കുന്നുണ്ട്, 2 പിടി ഗോതമ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തടിയുടെ ഒരു തവി പോലത്തെ ഒരു സാധനമാണ്. തടിയുടെ വേണമെന്ന് നിർബന്ധമില്ല, സ്റ്റീലിൻ്റെ എടുക്കാം. സ്റ്റീലിൻ്റെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുകി ഉണക്കി വേണം എടുക്കാൻ. അപ്പോൾ തടിയുടെ ആയതുകൊണ്ട് തടിയുടെ ആണെങ്കിലും ഞാൻ കഴുകി ഉണക്കിയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ശരിക്കൊന്ന് പഞ്ചസാര ഇളകുന്ന രീതിയിലൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഒരു രീതിയിൽ നല്ല ഹാർഡായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഇളക്കുമ്പം ആ ഒരു തവി വെച്ച് നമുക്ക് നന്നായിട്ട് ആ ഒരു മുന്തിരിങ്ങയൊക്കെ ഒന്നും കൂടെ ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നും നന്നായിട്ട് ഉടച്ചായിരുന്നു, എന്നാലും നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഹാർഡായിട്ട് ഇളക്കുക. പഞ്ചസാര ഒരു അലിയുന്ന സ്റ്റേജ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭരണി മൂടി വെക്കണം. അപ്പോൾ ഈ ഒരു ഭരണിയുടെ അടപ്പല്ല ഞാനിവിടെ എടുക്കുന്നത്, വേറൊരു അടപ്പാണ്. പക്ഷെ നമുക്ക് ടൈറ്റായിട്ട് അടയ്ക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണ് വെക്കുന്നത്. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കണ്ടോ എയറിൻ്റെ കയറാനുള്ളൊരു സാധ്യത ഉണ്ട്. നമ്മൾ ഈ ഒരു മറിച്ചാണ് വെക്കുന്നത് ഈ ഒരു അടപ്പ്. അപ്പോൾ മറിച്ച് വെച്ചതിന് ശേഷം ഒരു ഡബിൾ തുണി വെക്കുക. അതായത് ഒരു 2 ലെയർ തുണി വെച്ചിട്ട് നമുക്കൊന്ന് കെട്ടി വെക്കണം, എന്നാലേ നടക്കത്തുള്ളൂ. പഴയ ഒരു സ്റ്റൈലാണ്.
പഴയ സ്റ്റൈലിലല്ല, ശരിക്കും ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിലാണ് എന്താ പറയുക വൈൻ ഉണ്ടാക്കിയതിന് ശേഷം കെട്ടി വെക്കുന്നത്. നമുക്കൊരു കയറെടുത്തതിന് ശേഷം ഈ ഒരു തുണിയുടെ മീതെ ഒന്ന് നന്നായിട്ടൊന്ന് വലിച്ച് കെട്ടാം. അപ്പോൾ കെട്ടുമ്പം നിങ്ങൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കയറൊക്കെ നല്ല ഉറപ്പോടെ ഉള്ള കയറായിരിക്കണം, കെട്ടും നല്ല ഉറപ്പുള്ള കെട്ടായിരിക്കണം, അല്ലെങ്കിൽ എയർ കയറാൻ സാധ്യതയുണ്ട്. എയർ കയറിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുളമാവും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എയർ കയറാതിരിക്കാൻ നോക്കുക. പിന്നെ തവിയുടെ എന്താ പറയുക, വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയ തവിയൊക്കെ എടുക്കുക. കാരണം നമ്മളിങ്ങനെ ഇത്രയൊരു കഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പം അത് ഫ്ലോപ്പായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്തെടുത്ത് ഈ ഒരു കാര്യം പറയുന്നത് നിങ്ങളോട്. അപ്പോൾ നമ്മുടെ വൈൻ ഞാൻ എല്ലാ സാധനങ്ങളും ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് തുറക്കരുത്, ഇന്ന് കഴിഞ്ഞ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ 2 ദിവസം കൂടുമ്പം ഇത് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് എയർ കയറാതെ തന്നെ നിങ്ങൾ സൂക്ഷിക്കാൻ മാക്സിമം നോക്കണം. എയർ കയറിക്കഴിഞ്ഞാൽ പുളിച്ചു പോകും, അങ്ങനെ എന്തോ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എയർ കയറാതെ ടൈറ്റ് ചെയ്ത്, നിങ്ങൾ എപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് ഭരണിയിൽ ചെയ്യാം അല്ലെങ്കിൽ ഗ്ലാസ്സിൽ ചെയ്യാം, എന്താണെങ്കിലും കുഴപ്പമില്ല. എയർ കയറാതെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഇപ്പം നിങ്ങൾക്ക് 1.5 വിട്ട ദിവസം ഇളക്കി കൊടുക്കാൻ നിർബന്ധമില്ലെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റ് 21ാമത്തെ ദിവസം വെച്ച് കഴിഞ്ഞ് എടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം ആ ഒരു കറക്റ്റ് വൈൻ്റെ ടെക്സ്ചറും ആ ഒരു സ്വീറ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒരു 1.5 ദിവസം ഇളക്കി കൊടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഇളക്കി കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, കറക്റ്റ് 21 ഡേയ്സ് ആകുമ്പം എടുത്തു കഴിഞ്ഞാൽ മതി. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ 21 ദിവസം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് 15ാമത്തെ ദിവസം എടുക്കാം. ഒരു ഇച്ചിരി ഒരു വീര്യം എന്താ പറയുക കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. 15 ദിവസം ആകുമ്പോൾ എടുക്കാം, 20ാമത്തെ ദിവസം ആകുമ്പോൾ എടുക്കാം. കറക്റ്റ് 21 ദിവസം ആകുമ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ഒരു വൈനിൻ്റെ ഒരു പരിവം വരുന്നത്. അതാണ് ഞാൻ 21 ദിവസം സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി 21ാമത്തെ ദിവസമായിരിക്കും എടുക്കാൻ പോകുന്നത്. അപ്പോൾ അന്ന് പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ട് തരാം. അപ്പോൾ എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വിഷ്വൽസ് കറക്റ്റ് ഞാൻ 3ാമത്തെ ദിവസം എടുത്ത വിഷ്വൽസാണ്. ഞാൻ ആ ഒരു വൈൻ ഇളക്കാൻ നേരത്തെ എടുത്ത വിഷ്വൽസാണ്. കറക്റ്റ് ആ ഒരു വൈനിൻ്റെ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട ആ ഒരു കൊമളൊക്കെ കണ്ടോ ഗ്ലാസിൻ്റെ അറ്റത്ത്, അടിപൊളിയല്ലേ? നമുക്കിനി എന്തായാലും 21 ദിവസം വരെ വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയമാകുമ്പോൾ നല്ല കളറും നല്ലൊരു വീര്യവും വൈനിന് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ബൈ ബൈ.